അഞ്ചരക്കണ്ടി നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിൽ പോലീസിനെ കുടഞ്ഞ് ഹൈക്കോടതി. സുപ്രീംകോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും കെ റാമിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് ചോദ്യം. പ്രതിയെ പിടിക്കാത്തതിന്റെ ഉത്തരവാദി ADGP H വെങ്കടേഷനെന്ന് പേരെടുത്ത് പറഞ്ഞായിരുന്നു ജസ്റ്റിസ് A ബദറുദ്ദീന്റെ വിമർശനമുണ്ടായത്. പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കൈവിറയ്ക്കുന്ന പോലീസിന് എങ്ങനെ നീതി നടപ്പാക്കാനാകുമെന്ന് കോടതി ചോദിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, ഇതിൽ ഈ നിതിൻ രാജിന്റെ മരണത്തിൽ ആ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം കണ്ണുനീരോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ കെ റാമിനെ പിടികൂടുന്നതിൽ എന്താണ് പ്രശ്നം? ഇതുമായി ബന്ധപ്പെട്ട് കോടതി ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം ഈ വിഷയത്തിൽ? നീലിമ, ഈ ബോഡി ബിൽഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ചില ഹർജികൾ പരിഗണിച്ച ഘട്ടത്തിലാണ് ഹൈക്കോടതി നിശ്ചിതമായിട്ടുള്ള ഭാഷയിൽ വിമർശനം പോലീസിന് നേരെ ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഉന്നയിച്ചത്. അതിൽ കെ റാമിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് കെ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയ സാഹചര്യം ഉണ്ടായത്. സുപ്രീം കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും എന്തുകൊണ്ടാണ് ഏകപ്രതിയായിട്ടുള്ള, അതായത് ഒന്നാം പ്രതിയായിട്ടുള്ള കെ റാമിനെ പിടികൂടാൻ സാധിക്കാത്തതെന്നുള്ളൊരു ചോദ്യമാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതിന് ഉത്തരവാദി ADGP H വെങ്കടേഷ് ആണെന്നുള്ള പരാമർശവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് ഇരട്ട നീതി അല്ലെങ്കിൽ രണ്ട് നീതിയാണുള്ളത്. കൈവിറയ്ക്കുന്ന പോലീസ് എങ്ങനെയാണ് നീതി നടപ്പാക്കുക എന്നുള്ളൊരു ചോദ്യവും വിമർശന രൂപേണ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ കെ റാമിനെ പിടികൂടാത്തതിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ അക്കാര്യത്തിൽ തുടർ നടപടി ഹൈക്കോടതി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ ഹൈക്കോടതിയുടെ അതൃപ്തി അത് കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. പിന്നീടാണ് കെ റാം സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയും കെ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. പിന്നീട് അറസ്റ്റ് ചെയ്യുന്നതിൽ എന്താണ് ഇത്ര കാലതാമസം എന്നുള്ളൊരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മളടക്കം ചോദിച്ചതാണ്, ഇത്രയധികം മുൻകൂർ ജാമ്യാപേക്ഷകൾ ഓരോ കോടതിയും തള്ളിയിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് കെ റാമിനെ പിടികൂടാൻ സാധിക്കാത്തത്? ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ മൃദു സമീപനം സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ VD സതീഷിനെ കണ്ട വേളയിൽ കുടുംബത്തിന് ഉന്നയിക്കാനുണ്ടായിരുന്നത് ഇതേ ആവശ്യം തന്നെയാണ്. കെ റാമിനെ ഇതുവരെ പിടികൂടിയിട്ടില്ല. നേരത്തെ രണ്ടാം പ്രതിയായിട്ടുള്ള ആ ലേഡിയൊക്കെ തന്നെ നേരത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ കെ റാം മുൻകൂർ ജാമ്യാപേക്ഷ പല കോടതികളിൽ നൽകി അത് തള്ളിയപ്പോഴും അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ഒരു മൃദു സമീപനം സ്വീകരിക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ്. ഹൈക്കോടതി തള്ളിയതിനു ശേഷം സുപ്രീം കോടതിയെ സമീപിക്കും വരെ എന്തുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ മൗനം പാലിച്ചത്? ഇതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നടപടി ഏതെങ്കിലും ഘട്ടത്തിൽ പരാതിയായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും പോലീസിന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ADGP H വെങ്കടേഷിനോട് ഈ ഹൈക്കോടതിയുടെ അതിർത്തി കൃത്യമായിട്ട് അറിയിക്കണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് ഈ വിഷയത്തിലുള്ള പരാമർശങ്ങൾ ഹൈക്കോടതി അവസാനിപ്പിച്ചത്. നീലിമ. ശരി രേഷ്മ, പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കൈവിറയ്ക്കുന്ന പോലീസിന് എങ്ങനെ നീതി നടപ്പാക്കാനാകും എന്നുള്ള വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.